അപ്പച്ചിയോ? എന്തൊരു മുന്നറിയിപ്പില്ലാതെ? മുന്നറിയിപ്പില്ലാതെ വന്നിട്ട് ഇതൊക്കെ കാണുന്നതാ അപ്പച്ചിക്ക് സന്തോഷം. ഇപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. ഓ, അപ്പൊ എന്നെ സംശയിച്ചിട്ട് വന്നാണോ? അല്ല, ഓരോരുത്തരും ഓരോന്ന് പറയുന്നു. എന്ത് നേരിട്ട് കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ, അതേ കണക്കിലെടുക്കൂ. അയ്യോ, ഞാൻ കർപ്പൂരം കത്തിക്കാൻ മറന്നുപോയി. ദേവി, അമ്മേ, മഹാമായി, അമ്മേ, ദേവി. ഇത് ഏത് ദേവിയാടാ? ഇതാണ് ചേർത്തെടുത്ത ദേവി. ഞാൻ സ്ഥിരം പോവാറുള്ളതാ. ഓ, ഭയങ്കര ശക്തി അപ്പച്ചി. നിനക്ക് തിരക്കായോണ്ടല്ലേ? അല്ലെങ്കിൽ ഒന്നിച്ച് എത്ര അമ്പലത്തിൽ പോയതാ. ഗുരുവായൂരപ്പനെ കണ്ട നാള് മറന്നു. ഏകാദശി വ്രതം എടുത്തെങ്കിലും പോവാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാ അപ്പച്ചി പോകുന്നത്? ആ, അതും നേരാ. മനുഷ്യന്മാരുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. അതുകൊണ്ടാ ദൈവങ്ങളും ഉൾവലിഞ്ഞത്. അങ്ങനെയുള്ളപ്പോ ഞാൻ വളർത്തി എന്റെ പിള്ളേര് വഴുതെറ്റി പോവാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാ ഞാനിങ്ങ് ഓടി വന്നേ. നിനക്കെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കണമല്ലോ. എനിക്കെന്ത് മാറ്റം ഉണ്ടാവാൻ അപ്പച്ചി? ഞാനെന്നും അപ്പച്ചി വളർത്തിയ ആ പഴയ അരുൺ തന്നെ. ആ, എന്നും അങ്ങനെ തന്നെ ആവട്ടെ. നിന്റെ പ്രാർത്ഥന കഴിഞ്ഞോ? എന്നാ കഴിക്കാൻ നിനക്ക് ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, എവിടുന്ന്? അതൊക്കെ പറയാം, നീ പെട്ടെന്ന് വന്നേ. അല്ല അപ്പച്ചി, അപ്പച്ചി ഇങ്ങോട്ടായിട്ട് തന്നെ വന്നാണോ അതോ ഇതുവഴി മറ്റെവിടെയെങ്കിലും പോയപ്പോ ഇങ്ങോട്ട് കേറിയതാണോ? ഇങ്ങോട്ട് തന്നെ വന്നതാ. വരുന്ന വഴിക്ക് ചായ കുടിച്ചോ അപ്പച്ചി? അല്ലെങ്കിൽ ഇപ്പിട്ട് തരാം. നല്ലൊരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. നീ പെട്ടെന്ന് വന്നേ. തൽക്കാലം പേടിക്കാനൊന്നുമില്ല. ഒന്നും അറിഞ്ഞിട്ടില്ല. കള്ളം പറയാത്ത നാവ. വലിയ പാടാ ഇങ്ങനെ പിടിച്ചു വെക്കാൻ. എന്റെ ദേവി കാത്തോളേ. അഖിലിരിക്കെ. ഓഹോ, നീ ഇരുന്നിട്ട് അപ്പച്ചി കൊണ്ട് വിളമ്പിക്കാണോ? ഞാനാ പറഞ്ഞത് അഖിലിനോട് ഇരുന്നോളെ. ആ, നീയും ഇരിക്കെ. വേണ്ട, അപ്പച്ചി ഇരിക്കെ. ഞാൻ കഴിച്ചതാ. പിന്നെ ഭക്ഷണം ഇഷ്ടപ്പെട്ടോണ്ട് വാങ്ങിച്ചോണ്ട് വന്നതാ. ഇരിക്കും മോനെ. ഇവിടുന്ന് കഷ്ടിച്ചൊരു 1/2 കിലോമീറ്റർ ദൂരേ ഈ പറഞ്ഞ കടയിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാം. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അപ്പച്ചിക്ക് അറിയാലോ. ഇത് നീ ഒന്ന് കഴിച്ചു നോക്ക്. വളരെ നന്നായിട്ടുണ്ടാ. കഴിക്കേ. ശരിയാണല്ലോ. വെള്ളയപ്പത്തിനൊക്കെ നല്ല മയമുണ്ട്. മുട്ടക്കറിയും കൊള്ളാം. മോശമാണെങ്കി ഞാൻ വാങ്ങിച്ചോണ്ട് വരൂ മോനെ. സ്ത്രീകൾ നടത്തുന്ന കടയാ, അതിന്റെ മെച്ചമുണ്ട്. എന്നാ പിന്നെ നീ ഇന്ന് ലീവ് എടുക്കാരണേ. അപ്പച്ചി വന്നതല്ലേ. അപ്പച്ചി നീ ഏതായാലും 2-3 ദിവസം കഴിഞ്ഞ് പോയാ മതി. ഇവന്റെ വെളിയും പറച്ചിലൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഓടി വന്നതാ ഇവനെ ഒന്ന് നോക്കാൻ. ഞാൻ വളർത്തിയവനല്ലേ, എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന് അറിയണമല്ലോ. അയ്യോ,
കുടിക്കേ. എന്തായാലും ഇവന്റെ സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാ ഞാൻ അങ്ങ് പോവും. ഏട്ടത്തി അപ്പച്ചിയുടെ മനസ്സിളക്കുന്നത് അത് കേട്ട് വെറുതെ എന്നെ സംശയിക്കല്ലേ. നിനക്കറിയാലോ മോനെ, അനന്തുവിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഞാനത് കേട്ടോണ്ട് നിന്നിരിക്കും. എന്നാൽ നിന്നെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാ എനിക്കത് സഹിക്കില്ല. പിന്നെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാലേ സമാധാനാകൂ. എന്റെ കൂടെ താമസിക്കുമ്പോഴേ 100-ൽ 100 മാർക്കും കൊടുത്ത അനന്തരവനാ. അവൻ വഴിതെറ്റിന്നറിഞ്ഞാ എനിക്ക് പിന്നെ സഹിക്കോ? എന്റെ അപ്പച്ചി, ഒന്നിച്ചു പോകുമ്പോഴേ ഇവൻ ഏതെങ്കിലും പെൺകുട്ടികളുടെ മുഖത്തേക്ക് നോക്കണേന്നാ എന്റെ ഒരു പ്രാർത്ഥന. അവൻ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കെട്ടുകിടക്കല്ലോ. എവിടെ ഒരു ഒറ്റ ഒരെണ്ണത്തെ പോലും ശ്രദ്ധിക്കുക പോലുമില്ല. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കത്തില്ല. ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ടാവോ? ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് പോലും കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരികളെ കണ്ടാൽ നോക്കും. അല്ല, അത് തെറ്റായ അർത്ഥത്തിലല്ല. കാണാൻ കൊള്ളാവുന്നവരെ നമ്മൾ ചെറുതായൊന്ന് നോക്കി പോവല്ലോ. അന്യ പെൺകുട്ടികളെ അങ്ങനെ നോക്കുന്നത് നല്ല സ്വഭാവമല്ല. ഇവൻ എന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർന്നതുകൊണ്ടേ നല്ല കാര്യങ്ങളെ ചെയ്യൂ, പറയൂ. എന്നെ ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ട്. കഴിക്കടാ. ആ നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് കഴിക്കാം. ഞാനും അങ്ങനെയായിരുന്നൂടാ. ചായ കുടിക്കാനായിട്ടാ ആ കടയിൽ കയറിയത്. പിന്നെ ഞാൻ പറയാതെയാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ചിലപ്പോ കഴിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് 2 വെള്ളയപ്പം കഴിക്കാന്ന് വിചാരിച്ചു. എന്നാ കഴിച്ചു കഴിഞ്ഞപ്പോ ഉച്ചയ്ക്കുള്ളതും കൂടി കഴിച്ചു. പിന്നെ മൊത്തത്തിൽ നോക്കിയപ്പോ കടയിൽ നല്ല വൃത്തിയുണ്ടെന്ന് തോന്നി. കട നടത്തുന്ന 2 പെൺകുട്ടികളും അങ്ങനെ തന്നെയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി കഴിച്ചോളാൻ. അവിടെ ഉച്ചയ്ക്ക് ഊണുണ്ടോ അപ്പച്ചി? ഇല്ലെന്നാ പറഞ്ഞേ. എന്തായാലും ഇടയ്ക്ക് നീ അവിടെ പോണരുന്നേ. ഇവിടുന്ന് 1/2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. കണ്ണേട്ടന്റെ തട്ടുകട, കടയുടെ പേര് അങ്ങനെയല്ലേ അപ്പച്ചി പറഞ്ഞത്? ആ അതെ. എന്നാ പിന്നെ ഇടയ്ക്ക് പോവാടാ. എന്നാലും സാർ ഒന്നും പറയാതെ അങ്ങ് പോയതെന്താ? പിന്നെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എന്തായാലും ഒന്ന് ഉറപ്പായെടുത്തേ, ആ വന്ന സ്ത്രീ അരുൺ സാറുമായിട്ട് പരിചയമുള്ള കൂട്ടത്തിലാ. ആ സമയത്ത് സാറിന്റെ മുഖത്ത് നല്ല ഭയവും ഉണ്ടായിരുന്നു. ആരാ സാറേ വന്നത്? എന്താ വിളിച്ചിട്ട് എടുക്കാതിരുന്നത്? ഭാഗ്യത്തിനെ കാർത്തു രക്ഷപ്പെട്ടത്. ആ വന്നത് ദേവനന്ദ, എന്റെ അപ്പച്ചി. അപ്പച്ചി എന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ചുകൂടെ പ്രായം കാണുമെന്ന് കരുതി. ഞാൻ പലപ്പോഴും പറഞ്ഞാണല്ലോ അപ്പച്ചിയെ കണ്ട പ്രായം തോന്നില്ല എന്ന്. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ വന്നത്? ഒന്നും അറിഞ്ഞിട്ടില്ലാന്ന് സാറ് പറഞ്ഞത്. സാറിന്റെ പോക്കിൽ സംശയം തോന്നിയിട്ട് പിടിച്ച പിടിയാലെ പോന്നതാ 2 പേരും. അപ്പച്ചിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ അത് പിന്നെ ഉള്ളിൽ വെച്ചോണ്ട് നടക്കില്ല. പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. ഭാഗ്യത്തിന് അവിടെ വെച്ച് കണ്ടത് നന്നായി. ഞാൻ അപ്പച്ചിയുടെ മുമ്പിൽ നല്ല പിള്ളയായി.
സംശയമൊക്കെ നീക്കിയിട്ട് ആള് പോയിരിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് ഈ ഒന്നിച്ച് ചുറ്റലൊന്നും അധികം വേണ്ടാന്ന്. ഇനി അപ്പച്ചി ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ല. അരുൺ ഇത്രയധികം അപ്പച്ചിയെ ഭയക്കുമ്പോ ഇതിന്റെ അവസാനം എന്തായിരിക്കും? ആ അത് ഞാനും ചോദിച്ചു. എന്തായാലും ഒരു പൊട്ടിത്തെറി കൂടാതെ ഇത് അവസാനിക്കില്ല. കണ്ണേട്ടനാണെങ്കിൽ ഒന്നും മറച്ചു പിടിച്ചോണ്ട് നടക്കുന്ന ഇഷ്ടമല്ല. ഒരു കള്ളം പറഞ്ഞാ പിന്നെ ഒരുപാട് പറയേണ്ടി വരുമെന്ന് അറിയാം. അത് ശീലിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഇതല്ലാതെ വേറെ വഴിയില്ല കാർത്തു. നല്ലതിന് വേണ്ടിയാ ഒരു കള്ളം പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കേണ്ടി വരുവാ. പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പറ്റിയ രീതിയല്ല ഇതൊന്നും. അറിയാം പാപ്പേട്ട, കാർത്തുവിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ എന്റെ വീട്ടിലുള്ളവർക്കാവില്ല. ഇപ്പൊ കാർത്തുവിനൊരു ജോലിക്കാരിയായിട്ടല്ലാതെ എന്റെ ഭാര്യയായിട്ട് അവരാരും കാണില്ല. അതാ പ്രശ്നം. അപ്പച്ചി പോയോ? അതോ ഇനി ആരെങ്കിലും സംശയം കുത്തിവെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും കാണുമോ? മോള് പറഞ്ഞത് ശരിയാ. അല്ലെങ്കിൽ നമ്മുടെ കടയുടെ മുമ്പിൽ തന്നെ കാറ് നിർത്താനും അവിടെ വന്ന് ഭക്ഷണം കഴിക്കാനും എന്താ കാരണം? അത് അപ്പച്ചിയുടെ സ്വഭാവാ. എവിടെ പോയാലും വൃത്തിയുള്ള ചെറിയ കടയിലെ കയറൂ. എന്നോട് പറഞ്ഞിരിക്കുക ആ തട്ടടെ പോയി ആഹാരം കഴിക്കാൻ. വീട്ടിലുണ്ടാക്കുന്ന പോലുള്ള ഫുഡ് അവിടുത്തെ നിന്ന്. അതുകൊണ്ട് ഇനി അവിടെ വെച്ച് അപ്പച്ചി എന്നെ കണ്ടാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ കാർത്തു എന്റെ വീട്ടിലുള്ളപ്പോ അങ്ങോട്ട് വരാതിരുന്ന കാര്യമായി. അല്ലെങ്കിൽ എല്ലാം പൊളിഞ്ഞാന്. എനിക്ക് പേടിയായി തുടങ്ങി സാർ. ഇനിയിപ്പോ പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിയമപരമായി നിങ്ങളിപ്പോ ഭാര്യയും ഭർത്താവുക. അതുകൊണ്ട് സാറിന്റെ അപ്പച്ചിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പച്ചിയോടുള്ള സ്നേഹവും ബഹുമാനം കൊണ്ട് പെട്ടെന്ന് സാറിന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ. മോളെ അരുണിനൊപ്പം ചെല്ല. അയ്യോ ഞാനില്ല. ഏടത്തി വാ, നമുക്ക് കടയിലോട്ട് പോവാം. അപ്പൊ എന്നെ ഉപേക്ഷിച്ചോ? ഇനി സാറിന്റെ ഒപ്പം വന്നാലേ ഉപേക്ഷിക്കേണ്ടി വരും. വാ ഏടത്തി. പാവം, എനിക്കെന്തെങ്കിലും അപകടം ഉണ്ടോന്ന് കണ്ടാ കാർത്തു മാറിയേക്കും. ചിലപ്പോ ഒഴിഞ്ഞു പോവും. അതാ എന്റെ പേടി. ഇനി എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും കാർത്തുവിന് വിട്ടുകളയാൻ വയ്യ പാപ്പേട്ട. അവളെ പോലൊരു നല്ല പെൺകുട്ടിയെ ഇനി കണ്ടെത്താൻ പ്രയാസമാണ്. എത്തിയോ? ഇത് എടുത്തി. അവന്റെ നാട്ടിൽ പോയപ്പോ നല്ലൊരു കടയിൽ നിന്ന് വാങ്ങിയ ഭക്ഷണം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ വാങ്ങിക്കൊണ്ട് വരാന്ന് കരുതി. നല്ലതാണെങ്കിലല്ലേ ദേവ വാങ്ങൂ. സാധാരണ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന ഫുഡിനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതിന്റെ പകുതി ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളത് പറയാലോ. ഇതേ അതിനേക്കാൾ മെച്ച. അമ്മ എത്തിയോ? പെട്ടെന്ന് ഇങ്ങി വന്നല്ലോ. നീ പറയുന്ന പോലൊന്നും അല്ലടി കാര്യങ്ങള്. അവൻ ഏത് നേരവും പൂജാമുറിയിൽ പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിയ. അതുകൊണ്ട് ഓടി നടന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നും വന്നില്ല. ഇനി അമ്മ വരുന്ന വിവരം ആ നേരത്തെ അറിഞ്ഞു കാണൂ. അതെങ്ങനെ അറിയാനാ? നീ വിളിച്ചു പറഞ്ഞോ? ഞാൻ പറയോ? പിന്നെ ഏടത്തി പറഞ്ഞോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. അവനെ ആ നാട്ടുകാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് വീട് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. അവനറിയാതെ ഞാൻ അവിടെ എത്തിയത്. അവിടെ ചെല്ലുമ്പോ അരുൺമോൻ പ്രാർത്ഥനയിലും. അവിടൊക്കെ അവനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കാത്ത എന്താ? വിശദമായി അന്വേഷിച്ചു. ആ നാട്ടിലൊരു കൃഷി ഓഫീസർ ഉണ്ടെന്ന് അറിഞ്ഞതേ അവൻ വന്നതിന് ശേഷമാണെന്ന്. മോളുടെ ഓരോരോ സംശയങ്ങളാ. അവൻ ഇനി ഏത് നാട്ടിൽ പോയാലും വഴി തെറ്റിയൊന്നും പോകാൻ പോണില്ല. അത് പിന്നെ ഞാൻ വളർത്തിയ കുട്ടികളല്ലേ, അപ്പൊ പിന്നെ വഴി തെറ്റോ? ദേ, ഇനി മേലിൽ അരുണിനെ കുറിച്ച് അനാവശ്യങ്ങളൊന്നും പറഞ്ഞേക്കരുത്. ഇവിടുന്ന് പോയപ്പോഴുള്ള അരുൺ തന്നെയാ ഇപ്പോഴും. പിന്നെ അവനാ നാട് ഇഷ്ടപ്പെട്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നാട്യം പ്രദേശ.
നിഷ്കളങ്കരായ ആൾക്കാരും. വച്ച് വിളമ്പുന്ന ആഹാരത്തിൽ പോലും മായമില്ല. ദേ അവിടെ ഒരു കടയിൽ കയറി കഴിച്ച ആഹാരം ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്നതാ. കഴിച്ചു നോക്കടി. പിന്നെ നീ പറയും ഇടയ്ക്കൊക്കെ 2-2.5 മണിക്കൂറായാലും അങ്ങോട്ടൊന്ന് പോവാന്ന്. ആ കല്യാണക്കാരി എന്തെങ്കിലും പറഞ്ഞോ ദേവേ? സൂചിപ്പിച്ചിട്ടുണ്ട്. യാത്ര പറഞ്ഞു പോന്നപ്പോ അവന് വലിയ വിഷമായിരുന്നു. 2 ദിവസം അവിടെ താമസിച്ചിട്ട് പോയാ മതിയെന്ന് പറഞ്ഞു. പിന്നെ അവനോടൊപ്പം അവന്റെ കൂട്ടുകാരനും ഉണ്ടല്ലോ. അതുമാത്രമല്ല, ഈ പറയുന്ന പോലുള്ള സൗകര്യങ്ങളൊന്നും ആ വീട്ടിലില്ല. അതുകൊണ്ട് പിന്നെ നിന്നില്ല. അവിടെ ഏതോ ഒരു പെൺകുട്ടിയെ അവന് ഇഷ്ടം അമ്മേ. അത് ശരിയാ ദേവേ, അതിനെപ്പറ്റി അവൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു. എന്നെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, വിവാഹം കഴിക്കാതിരിക്കാനുള്ള അവന്റെ അടവാ. അങ്ങനെ ഒരു കുട്ടിയൊന്നും കാണില്ല. പിന്നെ പെണ്ണ് കാണാൻ പോവാനുള്ള മടി കൊണ്ട് സംഗതി വഴിതിരിച്ചു വിടുക. എന്തായാലും എങ്ങനെയെങ്കിലും ആ ചടങ്ങൊന്ന് നടന്നാ മതിയായിരുന്നു. യാത്ര വെറുതെയായിന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നിന്റെ സംശയം കാരനാ പോയത്. ഇനി അതൊന്നും വേണ്ട കേട്ടോ. അപ്പച്ചിയെ മറന്ന് അരുണൊരു ജീവിതമില്ല. അതവന്റെ വെറും വാക്കല്ല, ഉള്ളി തട്ടി പറയുന്നതാ. എന്റെ സാറേ, ഇതിപ്പോ പറഞ്ഞു കേട്ടതിനേക്കാളും ഭീകരമാണുള്ള അവസ്ഥ. ആ സമയത്ത് ഇവൻ പൂജാരിയായി ചന്ദനക്കുറിയൊക്കെ തൊട്ട് നിത്യ ബ്രഹ്മചാരിയായ നിന്നത്. അതുകൊണ്ട് മനസ്സ് നിറഞ്ഞ അപ്പച്ചി പോയി. നോക്കണേ, അപ്പച്ചി നേരെ വന്ന് കയറിയത് കണ്ണേട്ടന്റെ തട്ടുകടയിലേക്ക്. എല്ലാം അറിഞ്ഞിട്ട് വന്നെന്നാ കരുതിയത്. തൽക്കാലം രക്ഷപ്പെട്ടു. എത്ര നാൾ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അതൊരു ചോദ്യമാണ്. അടുത്ത ക്രിസ്മസിന് മുമ്പ് അപ്പച്ചി കൊന്നില്ലെങ്കിൽ ഞാനും കാർത്ത് ഒന്നിച്ച് ജീവിക്കും. സാറിന്റെ വീട്ടിൽ വന്ന ശേഷം സാറിനൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് കാർത്തൂന് മനസ്സിലായതാ. എന്നിട്ടും വിടാതെ പിന്നാലെ പോയതും ആവേശത്തോടെ താലി കെട്ടിയതും ഒക്കെ സാറാ. അപ്പൊ ഈ പ്രശ്നങ്ങൾക്കും സാർ ഒരു പരിഹാരം കണ്ടേ പറ്റൂ. ശത്രുക്കളായിരുന്നെങ്കിൽ തല്ലി ഒതുക്കായിരുന്നു. ഇതിപ്പോ അതല്ലല്ലോ. ലാളിച്ചു വളർത്തിയ അപ്പച്ചിയല്ലേ വാളുമായിട്ട് മുമ്പിൽ നിൽക്കുന്നത്. അല്ല, എന്തായാലും കാർത്തും പവിത്രടുത്തെയും അപ്പച്ചി നേരിട്ട് കണ്ടു. ഇന്ന് അവിടുന്ന് കഴിച്ച ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. നാളെ അത് ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയുമ്പോ ഈ ലോകത്തിലെ ഏറ്റവും കൊള്ളാത്ത ഫുഡ് അതായിരിക്കും. അത് പിന്നെ പറയണോ? അടുത്ത ആള് വിളിക്കുന്നു. ഡോക്ടർ ഉണ്ണിയുടെ പ്രിയ പത്നി. കട്ടിയിട ഒന്ന്. സാറേ, അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഞാനവളുടെ ഭർത്താവല്ലേ. ഭർത്താവോ? അല്ല പിന്നെ. സാറേ, ഞാൻ കെട്ടിയ താലിയും അവളുടെ കഴുത്തിലുണ്ട്. ഒരു മിനിറ്റ്. എന്താണത്? ഹലോ, നാളെ ക്രിസ്മസാ. ഇന്ന് രാത്രി എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനെന്താ, കാണാലോ. ഈ രാത്രി വരുമോ? നീ വിളിച്ച എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? വരുന്നുണ്ടെങ്കിലേ എല്ലാരും ഉറങ്ങിയിട്ട് വരണം. ഇല്ല, എല്ലാവരും ഉണർന്നിരിക്കുമ്പോ തന്നെ ഞാൻ വരും. അയ്യോ, നീ പേടിക്കണ്ടടി, ഞാൻ അവിടെ എത്തിക്കോളാം. ഹലോ. ശോ. നാളെ ക്രിസ്മസ് അല്ലേ? ഇന്ന് രാത്രി അവൾക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. ഈ കളി നല്ലതല്ല ദിവ. ആര് പറഞ്ഞു സാറേ നല്ലതല്ലെന്ന്? ഇത് ഞാൻ ആസ്വദിക്കുക. ഇതിന്റെയൊക്കെ അവസാനം ഡോക്ടർ ഉണ്ണിക്ക് കരയാൻ ഉറപ്പായിട്ടും ഞാൻ അവസരം ഒരുക്കിയിരിക്കും. ഇവനെ എവിടെയെങ്കിലും ഒന്ന് തളയ്ക്കണം. ഒരു പെണ്ണ് കെട്ടിക്കണം. അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഹാപ്പി ക്രിസ്മസ് ആൻഡ് മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. ആ
പറഞ്ഞ് പാലിക്കുന്ന ആളാണല്ലോ. വരാന്ന് പറഞ്ഞാ വരേണ്ടതാണല്ലോ. സൂക്ഷിച്ചോണേ മോനെ, ഇവിടെ ഈ കളി നടക്കുമ്പോഴേ പിന്നാമ്പുറത്ത് മോഷണവും നടക്കും. ഇങ്ങനൊന്നും പറയാതെ അമ്മേ, ഈ സമയത്ത് ഇത്തരം കാഴ്ചകളൊക്കെ നല്ലതാ. ദീപൻ കാര്യമായിട്ട് എന്തെങ്കിലും സംഭാവന തരണം കേട്ടോ. ചെല്ലു ചെല്ലു ചെല്ലു. കാര്യമായിട്ട് എന്തെങ്കിലും സംഭാവന കൊടുക്കണമെന്നാ പറഞ്ഞേ. ഈ സമയത്ത് അത് നല്ലതാ ഉണ്ണിയേട്ടാ. എത്ര കൊടുക്കണം? 5000 കൊടുത്തോ. എന്റെ പേഴ്സിൽ കാണും. ശരി. കെട്ടിയവനെ പറഞ്ഞു വിട്ടിട്ട് അവൾ അവനുമായിട്ട് തുള്ളുന്നു. ഞാൻ പറഞ്ഞില്ലേടി ഇന്ന് നമ്മൾ തമ്മിൽ കാണുമെന്ന്. എങ്ങനെയുണ്ട്? എന്നാ ഈ വേഷത്തെ പ്രതീക്ഷിച്ചില്ല. വേഷം മാറിയിട്ടായാലും നീ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ എത്തിയിരിക്കും. പക്ഷെ എന്നെ കൂടെ താമസിപ്പിക്കുന്നില്ലല്ലോ. അത് മാത്രം എന്നോട് ഇപ്പൊ പറയരുത്. ഇനി ഇതും അവളുടെ ഏതെങ്കിലും കാമുകനാണോ? ദൈവമേ. വിജിതേ, വിജിത, വാ. ഇതാ നീ തന്നെ കൊടുക്ക.
ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.